അങ്ങനെ കൃത്യം ഒരാഴ്ച ഗ്യാപ്പിൽ ആപ്പിൾ പുതിയ അപ്ഡേറ്റ് iOS 26.2 ബീറ്റ 3 റിലീസ് ചെയ്തേക്കുവാണ്. ആപ്പിൾ ഓരോ വീക്കിലും ഇപ്പം ബീറ്റകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം താമസിക്കാതെ നമുക്ക് പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള 26.2 റിലീസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം 26.2 നിരവധി ഇമ്പ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. UI ബേസ് ചെയ്തിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്, സെറ്റിങ്സിൽ ഫങ്ഷണാലിറ്റി, ഫീച്ചേഴ്സ് ഒക്കെ നിരവധി ഇമ്പ്രൂവ്മെൻറ്റ്സും ചെറുതും വലുതുമായുള്ള പല ഇമ്പ്രൂവ്മെൻറ്റ്സും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ റിലീസ് ചെയ്ത ബീറ്റ 2 നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. സോ ബീറ്റ 2 ബീറ്റ 3 പുതുതായിട്ട് ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്ത ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ചേർത്തിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യം തന്നെ അപ്ഡേറ്റ് വന്ന സൈസാണ്. ഞാൻ ഐഫോൺ എയറിലും അതോടൊപ്പം തന്നെ 16 പ്രോയിലും ഈ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ സൈസ് കമ്പാരിസൺ അതിൽ 16 പ്രോയിൽ കഴിഞ്ഞ അപ്ഡേറ്റ് മിസ്സാക്കിയത് കൊണ്ട് തന്നെ 8.5 GB ഇതിൽ അപ്ഡേറ്റ് സൈസ് വന്നിരിക്കുന്നത്. എന്നാൽ ഇതുവരെ യാതൊരു ബീറ്റ അപ്ഡേറ്റ്സും ചെയ്യാത്ത ഐഫോൺ എയറിൽ നമുക്ക് 14 GB അടുത്താണ് അപ്ഡേറ്റ് സൈസ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വേർഷൻ നമ്പർ എന്ന് പറയുന്നത് 23C5044B എന്നുള്ളതാണ്. സോ അവസാനം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത് B ആണ്. സോ ഇനിയുള്ളത് A ആണ്. സോ അടുത്ത അപ്ഡേറ്റ് ബീറ്റ അപ്ഡേറ്റ് വരാൻ പോകുന്നത് AI-യും അതിനുശേഷം ഇതിൻ്റെ റിലീസ് കാൻഡിഡേറ്റ് RC വേർഷൻ കാണും. അതിനോട് ചേർന്ന് തന്നെ നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒഫീഷ്യൽ റിലീസും ലഭിക്കുന്നതായിരിക്കും. സോ വീഡിയോയുടെ അവസാനം എപ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ പബ്ലിക് റിലീസ് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് ഞാൻ പറയാം. ഇനി ഈ അപ്ഡേറ്റിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിരിക്കുന്നത് ആപ്പിളിൻ്റെ UI-ലാണ്. അതായത് WWDC ഇവൻറ്റിൽ ആപ്പിൾ iOS 26 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം നമ്മൾ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആപ്പിൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ ലെവൽ ഓഫ് UI ആനിമേഷൻസ് അല്ലെങ്കിൽ എലമെൻറ്റുകൾ ആപ്പിൾ പതുക്കെ ഓരോ അപ്ഡേറ്റിലൂടെയും റിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു ആനിമേഷൻ. ഇവിടെ നിന്ന് നമ്മൾ എഡിറ്റ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ ആനിമേഷൻ നമുക്ക് കാണാം. അതിങ്ങനെ പോപ്പപ്പ് ആയി വരുന്നതും അതിൻ്റെ ആ ഒരു ട്രാൻസിഷനും ആ ഒരു ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനൊരു ഓപ്ഷൻ ആകുന്നതും തിരികെ അത് റിട്ടേൺ ചെയ്യുന്നതും അതിൻ്റെ ആ ഒരു ലിക്വിഫൈ ആയിട്ടുള്ള ആ ഒരു ട്രാൻസിഷൻ അതോടൊപ്പം തന്നെ ആ ഒരു ആനിമേഷൻ ആപ്പിൾ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഓരോ അപ്ഡേറ്റിലും കൊണ്ടുവരുന്നുണ്ട്. ഈ ലെവൽ ഓഫ് ട്രാൻസിഷൻസ് അല്ലെങ്കിൽ ആനിമേഷൻസ് ത്രൂ ഔട്ട് ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് പല ഓപ്ഷൻസിലും അല്ലെങ്കിൽ പല സെറ്റിങ്സിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന 17 Pro അതുമായിട്ടുള്ളൊരു ചെറിയ കമ്പാരിസണിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഓരോ അപ്ഡേറ്റ് കഴിയുമ്പോഴും ആപ്പിൾ ഇതിൻ്റെ ആനിമേഷൻസ് ട്രാൻസിഷൻസ് എല്ലാം കൂടുതൽ പെർഫെക്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് എൻ്റയർ UI-ൽ അത് ഈ ഒരു പുതിയ ഡിവൈസുകൾ ലേറ്റസ്റ്റ് ജനറേഷൻ ഡിവൈസുകൾ മാത്രമല്ല ആ ഒരു പെർഫെക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓവറോൾ ബാറ്ററി അതോടൊപ്പം നമ്മുടെ പെർഫോമൻസിലും അത് പഴയ ഓൾഡർ ജനറേഷൻ ഇപ്പം നിലവിൽ iOS 26 സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഓൾഡർ ജനറേഷൻ ഡിവൈസ് എന്ന് പറയുന്നത് iPhone 11 ആണ്. സോ അതിനും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ലഭിക്കാനുള്ള ചാൻസസ് ആണ് ഇങ്ങനെയുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സിലൂടെ ആപ്പിളിന് കൊണ്ടുവരാൻ അല്ലെങ്കിൽ യൂസേഴ്സിന് കൊടുക്കാൻ സാധിക്കുന്നത്. 2 എയർ ഡ്രോപ്പിന് വന്ന മാറ്റമാണ് എയർ ഡ്രോപ്പ്. സോ എയർ ഡ്രോപ്പിൻ്റെ സെറ്റിങ്സ് ജനറൽസിൽ താഴെ നമുക്ക് എയർ ഡ്രോപ്പിൻ്റെ ഓപ്ഷൻ കാണാം. ഈ ഒരു സെറ്റിങ്സിൽ പുതുതായിട്ട് ഒരു ബട്ടൺ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും താഴെ കാണുന്ന മാനേജ് നോൺ എയർ ഡ്രോപ്പ് കോൺടാക്ട്സ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കോൺടാക്ട്സിൽ സേവ് ചെയ്യാത്ത, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ലൈവായിട്ട് എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു iPhone Air എന്ന് പറയുന്നത് എൻ്റെ കോൺടാക്ട്സിൽ സേവ് ചെയ്യാത്ത മറ്റൊരു ഡിഫറെൻറ്റ് യൂസറിൻ്റെ ഒരു ഡിവൈസാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അൺനോൺ ഡിവൈസിലേക്ക് അല്ലെങ്കിൽ അൺനോൺ യൂസറിന് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇമേജോ കാര്യങ്ങളോ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇനി മുതൽ നമുക്ക് ഒരു കോഡ് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. ആരാണോ ഫയൽ സെൻഡ് ചെയ്യേണ്ടത് ആ യൂസറിൻ്റെ ഡിവൈസിലേക്ക് ഓപ്പോസിറ്റുള്ള യൂസറിൻ്റെ ഡിവൈസിൽ നിന്ന് ഒരു കോഡ് എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഫയൽ സെൻഡ് ചെയ്ത് ടാർഗറ്റിലേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതിപ്പം ഈ ഒരു ഫോണിലേക്ക് iPhone Airലേക്ക് വേണം എനിക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ. സോ ഈ ഒരു iPhone Airലായിരിക്കും കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ആ കോഡ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ആൾ അവരുടെ ഡിവൈസിൽ എൻ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വൺസ് ഈ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 30 days 30 ദിവസം വരെ നമുക്ക് ആ ഒരു അൺനോൺ യൂസറിനെ നമ്മളുടെ എയർ ഡ്രോപ്പിൻ്റെ ലിസ്റ്റിൽ കാണാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഫോട്ടോസ് ആപ്പിൽ കയറി ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തു. എയർ ഡ്രോപ്പിൻ്റെ ഓപ്ഷനിൽ പോകുന്നു. ഇപ്പം നമ്മുടെ iPhone Air നമുക്കിവിടെ ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നില്ല. സോ ഞാനിവിടെ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് നമ്മുടെ എയർ ഡ്രോപ്പ് everyone for 10 minutes എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ iPhone Air കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ആ എയറിലേക്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതാണ് എൻ്റെ ടാർഗറ്റ്. ഞാൻ അവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഷെയർ എ സെക്യൂർ കോഡ് വിത്ത് ദ പീപ്പിൾ ഹു ആർ നോട്ട് ഇൻ യുവർ കോൺടാക്ട് ടു യൂസ് എയർ ഡ്രോപ്പ്. യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഈച്ച് അതർ ഫോർ നെക്സ്റ്റ് 30 days. യു ക്യാൻ മാനേജ് ആക്സസ് ഇൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഗെറ്റ് എയർ ഡ്രോപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു കോഡ് കിട്ടും. ആ കോഡ് നമ്മളുടെ ഓപ്പോസിറ്റുള്ള ആരാണോ സെൻഡ് ചെയ്യുന്നത് അവർ എൻ്റർ ചെയ്യണം അവരുടെ ഡിവൈസിൽ. സോ ഞാനിവിടെ ആ ഒരു കോഡ് അങ്ങ് എൻ്റർ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്കവിടെ കാണാം ആ ഒരു ഫയൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് അൺനോൺ യൂസറുമായിട്ട്
എയർ ഡ്രോപ്പ് ഉപയോഗിച്ച് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വൺസ് നമ്മൾ ആ ഫയൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 30 ദിവസത്തേക്ക് ഇതുപോലെ കോഡ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു അൺനോൺ യൂസറിനെ നമുക്ക് പീപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും നെക്സ്റ്റ് 30 days. കാരണം നമ്മൾ ഓൾറെഡി ഒരു കോഡ് ഷെയർ ചെയ്തുകൊണ്ടാണ്. പിന്നീട് മ്യൂസിക് ആപ്പിനും കുറച്ചധികം റിഫൈൻമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീവിയസ്ലി നമുക്ക് മ്യൂസിക്കുകൾ നമ്മൾ പ്ലേ ചെയ്യുന്ന ട്രാക്കുകൾ ഇവിടുന്ന് തന്നെ സ്വൈപ്പ് ചെയ്ത് മാറ്റാൻ സാധിക്കും. അതിൻ്റെ ആനിമേഷൻസ് ആപ്പിൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരൊറ്റ സ്വൈപ്പിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സോങ്സ് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ സാധിക്കും. പ്രീവിയസ്ലി ഈ ഒരു ഫീച്ചർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബീറ്റ 1-ലാണ്. അതിൽ കുറച്ച് പാടായിരുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മുടെ ആ ഒരു ടച്ചിങ് മാറിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മാറിപ്പോമായിരുന്നു. പക്ഷേ ഇപ്പം കുറേയും കൂടെ ആനിമേഷൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ആ സ്കിപ്പിങ് നമുക്ക് നല്ല ഫാസ്റ്റർ ആയിട്ടുണ്ട്. അടുത്തത് മെഷറിംഗ് ആപ്പ്. ആപ്പിൾ ബീറ്റ 2 അപ്ഡേറ്റിലും കൊണ്ടുവന്നൊരു മാറ്റമാണ്. പുതിയ മെഷറിംഗ് ആപ്പ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെ പുതിയ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലെവൽസ് ആണ്. സോ ലെവൽ ടൂൾ ആപ്പിൾ കുറേയും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ലെവൽ ടൂൾ പോലെയല്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. നിലവിൽ മെഷറിംഗ് ആപ്പിനകത്തുള്ള ലെവൽ ടൂൾ എന്ന് പറയുന്നത് ലെവൽസിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലെവൽസ് കാണാം. നോർമൽ ഇത്രയും കാലം എങ്ങനെയാണെന്നോ ഉണ്ടായിരുന്നത് അതേ രീതിയിലുള്ള ആ ഒരു വൈറ്റ് ഡോട്ട്സും അതോടൊപ്പം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടുമാണ്. പക്ഷേ പുതിയ ലെവൽ അങ്ങനെയല്ല, കുറേയും കൂടെ ലിക്വിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആനിമേഷൻ കാണാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള രീതിയിൽ ബബിൾ ആകുന്നതും ആ ബബിളുകൾ തമ്മിലുള്ള ട്രാൻസ്ലൂസൻ എഫക്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. വൺസ് ആ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആയി കഴിയുമ്പം എങ്ങനെയാണ് അത് വർക്കാവുന്നത്, മൊത്തത്തിൽ ആ ഒരു ഗ്രീൻ ഓവർലേ വരുന്നതും അതെല്ലാം കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സോ ഇത് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് ആ ഡീറ്റെയിലിങ് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് എത്രത്തോളം ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നിങ്ങൾക്ക് ആ 2 ബബിളുകൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റെയിൻബോ എഫക്റ്റ് ഉണ്ടല്ലോ, റിയൽ ലൈഫിൽ ആ ഒരു റെയിൻബോ എഫക്റ്റ് അത് കൃത്യമായിട്ട് തന്നെ മിമിക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആ നമ്പേഴ്സിൻ്റെ സൈഡിൽ കാണാൻ സാധിക്കും ആ റെയിൻബോ എഫക്റ്റ്. സോ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആപ്പിൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ലിക്വിഡ് ഗ്ലാസിൻ്റെ ഇൻറ്റഗ്രേഷൻ ഇപ്പം ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഗെയിം ആപ്പിനും ചെറിയ മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഗെയിം ആപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പ്ലാഷ് സ്ക്രീൻ കാണാൻ സാധിക്കും. ഫിൽറ്റർ യുവർ ലൈബ്രറി, കൺട്രോളർ സപ്പോർട്ട്, അതോടൊപ്പം തന്നെ ട്രാക്ക് ചലഞ്ചസ് കോഴ്സ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ കണ്ടിന്യൂ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈബ്രറി ഓപ്ഷൻ, ഇതാണ് ഗെയിം സെൻറ്റർ. നമ്മുടെ പുതിയ iOS 26 ആപ്പിൽ കൊണ്ടുവന്ന ഗെയിം സെൻറ്ററാണ്. ഇതിൽ ലൈബ്രറി ഓപ്ഷനിൽ ഇവിടെ ഈ ഒരു യുവർ ഗെയിംസ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് ഫിൽറ്റർ ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം ഓൺ ദിസ് ഡിവൈസ്, ആപ്പിൾ ആർക്കേഡ്, ഫ്രണ്ട് പ്ലേയിങ്, കൺട്രോളർ സപ്പോർട്ട്. ഇതാണ് പുതിയ കൺട്രോളർ സപ്പോർട്ട്. നമുക്ക് കൺട്രോളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമുകൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഫിൽറ്റർ ചെയ്ത് കാണിച്ചു തരും. കാറ്റഗറി ഓപ്ഷൻസിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗെയിംസ് ആണ്, പസിൽസ് ആണോ, സ്പോർട്സ് ആണോ, മ്യൂസിക്, ഫാമിലി, കാസിനോ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ആ ഒരു കാറ്റഗറീസ് വൈസ് നമുക്ക് ഗെയിമുകൾ ഫിൽട്ടർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് മെസ്സേജസ് ആപ്പിൻ്റെ സെറ്റിങ്സിലാണ് ആപ്പിൾ ഒരു മാറ്റം കൊണ്ടുവന്നത്. ഇവിടെയുള്ള ഈ ഒരു ഓപ്ഷൻ, അതായത് സെൻഡ് ആസ് ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷൻ, അത് മാറ്റിയിട്ട് ഇപ്പം 3 കൂടെ ഒരുമിച്ച് കൊടുത്തേക്കുവാണ്. അതിൽ ആ ടെക്സ്റ്റിങ്ങിൻ്റെ റീട്രൈ ആസ് ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് ചേഞ്ച് ആണ് ഇപ്പം വന്നിരിക്കുന്നത്. സോ ഈ ഒരു ഫീച്ചറിൻ്റെ അഡ്വാൻറ്റേജ് നമുക്കറിയാം. iMessage നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് iMessage അല്ല പോകുന്നെങ്കിൽ നമുക്ക് അതിനെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും. സോ അത് സെൻഡ് ആസ് ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ള ആ വേർഡിങ് മാറി ഇപ്പം റീട്രൈ ആസ് ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ കൊണ്ട് നിൽക്കുന്നു. പിന്നീട് സെറ്റിങ്സിൽ നമ്മൾ അക്കൗണ്ട് സെറ്റിങ്സ്, ആപ്പിളിൻ്റെ അക്കൗണ്ട് സെറ്റിങ്സ് ആണ് ഏറ്റവും ടോപ്പിലുള്ള. ഈ ഒരു അക്കൗണ്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് പുതിയൊരു സ്പ്ലാഷ് സ്ക്രീൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ആപ്പിൾ അക്കൗണ്ട് ആൻഡ് പ്രൈവസി എന്ന് പറയുന്നത്, ആപ്പിൾ അക്കൗണ്ട് ആൻഡ് പ്രൈവസി has been updated to better explain how Apple collects, use and protect your personal information എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആപ്പിൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിരവധി യൂസേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് മറന്നു പോകുന്ന ആപ്പിളിൻ്റെ പാസ്വേഡ്, ആപ്പിൾ ഐഡിയുടെ പാസ്വേഡ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ സെറ്റിങ്സ് ഉപയോഗിച്ച് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ വേറെ എവിടെയും മറ്റൊരു ഓപ്ഷനോ അല്ലെങ്കിൽ ഫൊർഗോട്ട് പാസ്വേഡോ ഒന്നും അടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളുടെ ഈ ഒരു അക്കൗണ്ട് സെറ്റിങ്സിലേക്ക് ലോഗിൻ ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന 2ാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതങ്ങ് ഓപ്പൺ ചെയ്യുക. ഇതിൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഫേസ് ഐ ഡി മാത്രം ഒന്ന് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ ഐ ഡി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ സെക്യൂരിറ്റി ഡിലേ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു 1 hour സെക്യൂരിറ്റി ഡിലേയിലേക്ക് പോകും. ആ ഒരു സെക്യൂരിറ്റി ഡിലേ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആപ്പിൾ ഐ ഡി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ഉള്ള 2 ഓപ്ഷൻസ് ചോദിക്കും. അതിലേക്ക് പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യുക, പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ ആപ്പിൾ ഐ ഡിയുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ അപ്ഡേറ്റിൽ ഞാൻ പരിചയപ്പെടുത്തിയ കാര്യമാണ് റിമൈൻഡേഴ്സ് ആപ്പിൽ ആപ്പിൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്പ്ലാഷ് സ്ക്രീൻ നമുക്ക് പുതിയ അപ്ഡേറ്റിൽ കാണാൻ സാധിക്കും. ഗെറ്റ് ആൻ അലാം, സ്നൂസ്, സ്റ്റേ റിമൈൻഡർ എന്ന് പറഞ്ഞ് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇപ്പം പുതിയ ഈ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അർജൻറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നമുക്കിവിടെ
വിസിബിൾ ആണ്. നേരത്തെ നമ്മൾ ടൈം ആൻഡ് ഡേറ്റ് എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് അർജൻറ്റ് കാണത്തുള്ളായിരുന്നു. ഇപ്പം ടൈം ആൻഡ് ഡേറ്റ് എനേബിൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അർജൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെറ്റ് ചെയ്യാം. ആൻഡ് ഫൈനലി ആപ്പിൾ യൂറോപ്യൻ യൂണിയനിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ ഈ ഒരു പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം സിറീനെയാണ് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത്. അതിന് പകരം യൂറോപ്യൻ യൂണിയനിലുള്ള യൂസേഴ്സിന് അവർക്കിഷ്ടമുള്ള തേർഡ് പാർട്ടി അസിസ്റ്റൻസിനെ, അതായത് ജെമിനായി അല്ലെങ്കിൽ ChatGPT, ഇവരെ ആരെ വേണേലും ഡിഫോൾട്ട് അസിസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതൊരു ബിഗ് ഡീലാണ്. കാരണം ആപ്പിൾ iPhone 4S റിലീസ് ചെയ്തപ്പം കൊണ്ടുവന്നാണ് ഐഫോണിൻ്റെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സിറി എന്നുള്ളത്. സോ സിറീനെ മാറ്റി വേറൊരു അസിസ്റ്റൻസിനെ അവിടെ റീപ്ലേസ് ചെയ്യുക എന്നുള്ള കാര്യത്തെപ്പറ്റി ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഫൈനലി ആപ്പിളിന് അങ്ങനൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നു. ആപ്പിളിൻ്റെ ഡിഫോൾട്ട് അസിസ്റ്റൻറ്റിനെ മാറ്റി യൂസേഴ്സ് ഇഷ്ടമുള്ള ഒരു തേർഡ് പാർട്ടി അസിസ്റ്റൻസിനെ ഡിഫോൾട്ടായിട്ട് കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു പവർ ബട്ടൺ ഇൻവോക്ക് ചെയ്യുമ്പോൾ അതായിരിക്കും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു ഫീച്ചർ ആപ്പിൾ യൂറോപ്യൻ യൂണിയനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് iOS 26.2 ബീറ്റ 3 and 2 അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക.